ക്ലാസ് തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ ചോദിച്ച സമയത്ത് 48ഓളം പേര് ക്ലാസ്സിൽ കയറാൻ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നറിയിച്ചുകൊണ്ടാണ് നമ്മൾ റിവിഷൻ ക്ലാസ് വെക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ 37 പേര് കയറി, അല്ല 40 പേരാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. ബാക്കിയുള്ളവർ കയറും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവരോട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളും കൂടെ പറയുക. അപ്പോൾ നമ്മളിന്ന് മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ റിവിഷൻ ക്ലാസ്സാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് നമ്മൾ 4 ക്ലാസ്സുകളിലായിട്ട് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ക്ലാസ് എടുത്തിട്ട് കുറേ ദിവസമായ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച ക്ലാസ് എടുത്തു, ബുധൻ വ്യാഴം വെള്ളി 3 ദിവസമായിട്ടുള്ളൂ. എന്നാലും കുറേ ദിവസമായിട്ട് ക്ലാസ് എടുക്കാതിരുന്ന പോലെയുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ 2ാമത്തെ ചാപ്റ്റർ വരെ റിവിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ മൂന്നാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തെ 2 പാഠങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ പ്രോഗ്രാമിങ്ങിലേക്ക്, നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ മുതൽ നമ്മൾക്കറിയാം C++ പ്രോഗ്രാമിംഗ് ആണ് 4ാമത്തെ ചാപ്റ്റർ മുതൽ 7ാമത്തെ ചാപ്റ്റർ വരെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് പ്രോഗ്രാമിങ്ങും പ്രോബ്ലം സോൾവിങ്ങും ഒക്കെ എന്താണെന്നുള്ളതും ഈ പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് കിട്ടാൻ വേണ്ടിയിട്ട് അൽഗോരിതംസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ പഠിക്കുന്ന ചാപ്റ്ററാണ് ഈ പറയുന്ന മൂന്നാമത്തെ ചാപ്റ്റർ, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് വാട്ട് ഈസ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടാണ്. അതിൻ്റെ ഡെഫിനിഷനോട് കൂടിയാണ് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. വാട്ട് ഈസ് പ്രോഗ്രാമിംഗ്, എന്താണ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നതിന് ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ ഇങ്ങനെയാണ്: പ്രോഗ്രാമിംഗ് ഈസ് റൈറ്റിംഗ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇൻ എ ലാംഗ്വേജ് ദാറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഏതെങ്കിലും ഭാഷയിൽ എഴുതുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മളൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം: കമ്പ്യൂട്ടർ പ്രോഗ്രാം ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് written in a language understood by the computer to solve a problem. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിൽ, അതിനെയാണ് നമ്മൾ പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ്. എന്താണ് പ്രോസസ് ഓഫ് റൈറ്റിംഗ് പ്രോഗ്രാം ഈസ് നോൺ ആസ് പ്രോഗ്രാമിംഗ്. പ്രോഗ്രാം എഴുതുന്ന പ്രൊസീജിയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോഗ്രാമിംഗ്. അപ്പോൾ പ്രോഗ്രാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിലാണ് അത് എഴുതുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം, യൂസ്ഡ് ഫോർ സോൾവിങ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഗ്രാമും പ്രോഗ്രാമിങ്ങും മനസ്സിലായെങ്കിൽ പിന്നെ നമ്മൾ ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് ഓർ സ്റ്റെപ്സ് ഇൻ പ്രോബ്ലം സോൾവിങ്. സ്റ്റെപ്സ് ഇൻ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നതും ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നതും ഒക്കെ സെയിം ആണ്. അപ്പോൾ ഫേസസ് ഇൻ പ്രോഗ്രാം, ഇതിനു മുൻപ് ടോപ്പ് ഡൗൺ അപ്രോച്ചും ബോട്ടം അപ്പ് അപ്രോച്ചും ഒക്കെ പഠിച്ചായിരുന്നോ? അതല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ച സമയത്ത് തന്നെ നിങ്ങളോട് പറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമില്ലാത്ത സാധനമാണ് ഈ ടോപ്പ് ഡൗൺ അപ്രോച്ചും ബോട്ടം അപ്പ് അപ്രോച്ചും. ദൈവാധീനത്താൽ അത് ഫോക്കസ് ഏരിയന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, എന്നാലും നമുക്ക് സിലബസിലുള്ള ഒരു സാധനമാകുമ്പോൾ നമുക്കത് ക്ലാസ് എടുക്കുമ്പോൾ എടുത്തു പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണെങ്കിലും ഫോക്കസ് ഏരിയന്ന് എക്സ്ക്ലൂഡ് ചെയ്ത സ്ഥിതിക്ക് ഞാനത് ആ ഭാഗം എടുക്കുന്നേ ഇല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്കത് ഇഷ്ടമില്ല. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ ടോപ്പ് ഡൗൺ അപ്രോച്ചും ബോട്ടം അപ്പ് അപ്രോച്ചും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് നേരെ ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന സെക്ഷനിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഫേസസ് ഇൻ പ്രോഗ്രാമിംഗിൽ നമ്മൾ പഠിച്ച കാര്യം എന്ന് പറയുന്നത്, ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഈ ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് മാത്രമേ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അതിൻ്റെ അകത്ത് ഈ ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്ന ഒരു 7 സ്റ്റെപ്പുകളും അതിൻ്റെ എക്സ്പ്ലനേഷൻസും ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. അതിൻ്റെ അകത്ത് ഒരു സ്റ്റെപ്പാണ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അൽഗോരിതത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അൽഗോരിതത്തിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അതിൻ്റെ ഫ്ലോ ചാർട്ടിൻ്റെ സിമ്പിൾസ്, ഫ്ലോ ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്, അൽഗോരിതം എഴുതാൻ, ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ, ഇതൊക്കെ ഈ സ്റ്റെപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചു പോയ കാര്യമാണ്. ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ 7 സ്റ്റെപ്പുകൾ, പ്രോബ്ലം സോൾവിങ്ങിൻ്റെ 7 സ്റ്റെപ്പുകളാണ് നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ 7 സ്റ്റെപ്സിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്രോബ്ലം സോൾവിംഗ് ഇറ്റ് ഈസ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്രോബ്ലം സോൾവിംഗ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്. ഡ്രോയിങ് ദ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്. അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോഗ്രാം കോഡിംഗ്. പ്രോഗ്രാം കോഡിംഗ് എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്, പ്രോഗ്രാം കോഡിംഗ്.
നാലാമത്തെ സ്റ്റെപ്പ് നമ്മുടെ പ്രോബ്ലം സോൾവിങ്ങിന്റെ അല്ലെങ്കിൽ പ്രോഗ്രാമിങ്ങിന്റെ നാലാമത്തെ സ്റ്റെപ്പാണ് പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ പ്രോഗ്രാമിങ്ങിന്റെ നാലാമത്തെ സ്റ്റെപ്പ്. പ്രോഗ്രാം കോഡിങ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സ്റ്റെപ്പാണ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന നാലാമത്തെ സ്റ്റെപ്പ്. പിന്നെ അഞ്ചാമത്തെ സ്റ്റെപ്പ്, ഓരോരുത്തർ ഇപ്പോഴാണ് എല്ലാവരും കയറി വരുന്നത്. പിന്നെ അഞ്ചാമത്തെ സ്റ്റെപ്പാണ് പ്രോഗ്രാം കോഡിങ്, ട്രാൻസ്ലേഷൻ. പിന്നെ വരുന്നതാണ് ഡീബഗ്ഗിങ് എന്ന് പറയുന്ന അഞ്ചാമത്തെ സ്റ്റെപ്പ്. ആറാമത്തെ സ്റ്റെപ്പാണ് എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ്. ഏഴാമത്തെ സ്റ്റെപ്പാണ് ഡോക്യുമെന്റേഷൻ. അപ്പൊ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ ഈ ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയ മുഴുവൻ നിങ്ങൾക്ക് നേരത്തെ തന്നിട്ടുള്ളതാണ്. ഈ ചാപ്റ്ററിന്റെ മാത്രമായിട്ട് ഫോക്കസ് ഏരിയയുടെ ഒരു പീസ് തുണ്ട് കഷ്ണം നിങ്ങൾക്ക് ഞാൻ ഇന്നലെ ഇട്ട് തന്നായിരുന്നു. അതിനകത്ത് നിങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്, ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് ബ്രാക്കറ്റിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ലിസ്റ്റിംഗ് ഓൺലി. ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് ലിസ്റ്റിംഗ് ഓൺലി. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഡീബഗിങ്ങും ടൈപ്സ് ഓഫ് എറേഴ്സും മാത്രമാണ്. പിന്നെ സിമ്പിൾ അൽഗോറിതംസ് എഴുതി ഫ്ലോ ചാർട്ട് വരയ്ക്കാനും മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ലിസ്റ്റ് ചെയ്യാൻ മാത്രം പഠിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫോക്കസ് ഏരിയ പ്രകാരം. പക്ഷേ നിങ്ങൾ എല്ലാത്തിൻ്റെയും ഒരു സിംഗിൾ സെന്റൻസും കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. കാരണം എളുപ്പമാണ്. ആകപ്പാടെ ഇതിൻ്റെ അകത്ത് പഠിക്കാൻ എന്താണ്, പ്രോഗ്രാമിംഗ് എന്താണ് എന്ന് പഠിക്കണം. പിന്നെ ഈ 7 സ്റ്റെപ്പുകളുടെ പേര് മാത്രം പഠിച്ചിരുന്നിട്ട് എന്താണ് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. അപ്പൊ എല്ലാത്തിനെ കുറിച്ച് ഓരോ സിംഗിൾ സെന്റൻസും കൂടെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് അതത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പല്ല. എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുന്ന സ്റ്റെപ്പിനെയാണ് നമ്മൾ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്ന്. അപ്പോൾ വാട്ട് ഈസ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്ന് ഒരിക്കലും ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ഉറപ്പായിട്ടും വാട്ട് ഈസ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. എന്നാലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് അതിൻ്റെ അകത്ത് ഉപയോഗിക്കേണ്ട ഡാറ്റ എന്താണ്, എന്തൊക്കെ ഓപ്പറേഷൻസ് അതിൻ്റെ അകത്ത് പെർഫോം ചെയ്താൽ നമ്മൾക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടും, ഇതൊക്കെ നമ്മൾ തീരുമാനിക്കുന്ന ആ ഒരു സ്റ്റെപ്പിനെയാണ് നമ്മൾ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. അനലൈസിങ് ദ പ്രോബ്ലം ടു ബി സോൾവ്ഡ്. നമ്മൾക്ക് സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലത്തെ നമ്മൾ അനലൈസ് ചെയ്ത് അതിൻ്റെ അകത്ത് ഉപയോഗിക്കേണ്ട ഡാറ്റ എന്തൊക്കെയാണ്, എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പിനെയാണ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് അൽഗോരിതം ഫ്ലോ ചാർട്ട്. അതിൽ അൽഗോരിതം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷൻ ഓഫ് പ്രോബ്ലം സോൾവിംഗ്. പ്രോബ്ലം സോൾവിങ്ങിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷനെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷൻ ഓഫ് പ്രോബ്ലം സോൾവിംഗ്. സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലത്തിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷൻ ആണ് അൽഗോരിതം. ഇനി ഫ്ലോ ചാർട്ട് ഈസ് ദ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് അൽഗോരിതം. അൽഗോരിതത്തിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. പിന്നെ എല്ലാ വർഷങ്ങളിലും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലോ ചാർട്ടും ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലോ ചാർട്ടും. അപ്പൊ അത് രണ്ടും ഒഴിവാക്കുന്നത് ബുദ്ധിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നിങ്ങൾ എന്തായാലും ഇത്രയൊക്കെ പഠിച്ചു പോയ സ്ഥിതിക്ക് നിങ്ങൾ അഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലോ ചാർട്ടും ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലോ ചാർട്ടും കൂടെ ഇതിനകത്ത് പഠിച്ചു വെക്കണം. നിങ്ങൾ വെറുതെ ഫോക്കസ് ഏരിയ മാത്രം നോക്കി പോയാൽ പോരാ, ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. കാരണം എല്ലാ വർഷങ്ങളും ചോദിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഫോക്കസ് ഏരിയയുടെ പുറത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഫോക്കസ് ഏരിയയുടെ പുറത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലോ ചാർട്ട്. കാരണം എല്ലാ വർഷങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ അതുകൊണ്ട് അഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലോ ചാർട്ട് 4 എണ്ണം ഉള്ളത്. ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് അനാലിസിസ്, എഫക്റ്റീവ് സിന്തസിസ്, എഫിഷ്യന്റ് കോഡിംഗ്. 4 എണ്ണം ഉള്ളത്. ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, കൂടുതലും നമുക്ക് പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആയതുകൊണ്ട് എഫക്റ്റീവ് ആയിട്ട് ബാക്കിയുള്ളവർക്ക് അതിനെ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ബെറ്റർ കമ്മ്യൂണിക്കേഷൻ. പിന്നെ എഫക്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത് അതിനെ നമ്മൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഒരു അൽഗോരിതം നോക്കി മനസ്സിലാക്കുന്നതിനേക്കാളും അത് പിക്ചോറിലായിരുന്നു, അത് ഏതൊക്കെ വഴിക്ക് അത് പോകുന്നു, അതിൻ്റെ ഫ്ലോ ലൈൻസ് ഒക്കെ നോക്കിയിട്ട് അതിനെ അനലൈസ് ചെയ്യാൻ എളുപ്പമാണ്. മൂന്നാമത്തേതാണ് എഫക്റ്റീവ് സിന്തസിസ്. എഫക്റ്റീവ് സിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇപ്പോൾ നമുക്കൊരു ലാർജ് പ്രോഗ്രാമിനെ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ ചെറിയ പ്രോഗ്രാംസ് ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫ്ലോ ചാർട്ട് നോക്കിയിട്ട് എവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം, എവിടെ വെച്ച് കട്ട് ചെയ്യാം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് എഫക്റ്റീവ് സിന്തസിസ്. ഇനി ലാസ്റ്റ് വണ്ണാണ് എഫിഷ്യന്റ് കോഡിംഗ്. നമ്മൾ അൽഗോരിതം എഴുതുന്ന ബേസിക് ആയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഈ അൽഗോരിതം എഴുതി ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നത്? നമ്മൾ പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ട്, അതായത് ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം എഴുതുന്നതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ അൽഗോരിതം എഴുതുന്നതും ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എഫിഷ്യൻ്റ് ആയിട്ട് ഈ കാര്യങ്ങൾ, അതായത് കോഡിംഗ് എന്ന് പറയുന്ന ഹൈ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന പ്രൊസീജിയർ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്
ഈ പറയുന്ന ഫ്ലോ ചാർട്ട് സഹായിക്കും. ഇത്രയാണ് ഫ്ലോ ചാർട്ടിന്റെ അഡ്വാൻറ്റേജസ്. ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് അനാലിസിസ്, എഫക്റ്റീവ് സിന്തസിസ്, എഫിഷ്യൻറ്റ് കോഡിംഗ്. ഇത് നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഓർത്തിരിക്കണം. ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ കാര്യം പഠിക്കാതിരിക്കരുത് ഒരു കാരണവശാലും. അതേപോലെ തന്നെയാണ് ലിമിറ്റേഷൻസ് ഓഫ് ഫ്ലോ ചാർട്ട്. ഒന്നെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലോ ചാർട്ട് ചോദിക്കും, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഓഫ് ഫ്ലോ ചാർട്ട് ചോദിക്കും. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഇത്രയും വർഷങ്ങളിൽ ചോദിച്ചിരുന്നു. ഈ വർഷം ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡഡ് അല്ലാത്തതുകൊണ്ട് ചോദിക്കാതിരുന്നാലേ ഉള്ളൂ. എന്നാൽ പോലും ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പഠിച്ചു വെക്കണം. ലിമിറ്റേഷൻസ് ഓഫ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് 3 എണ്ണമാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, നമുക്കത് വരയ്ക്കാൻ കൂടുതൽ സമയമെടുക്കും, അതുപോലെ തന്നെ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്, ടൈം കൺസ്യൂമിങ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് അതിൻ്റെ മോഡിഫിക്കേഷൻ ഡിഫിക്കൽട്ടാണ്. നമ്മളെല്ലാം വരച്ചുണ്ടാക്കി കഴിയുമ്പം അതിൽ എവിടെയെങ്കിലും ഒരു തെറ്റ് പറ്റിയെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ മായിച്ച് വെട്ടി കുത്തിയൊക്കെ വരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മോഡിഫിക്കേഷൻ ഈസ് വെരി ഡിഫിക്കൾട്ട്. ഇതാണ് രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ്. മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ്, ദർ ആർ നോ സ്റ്റാൻഡേർഡ്സ് ഡിറ്റർമൈനിങ് ദ amount of details to be റെപ്രസെൻറ്റഡ് ഇൻ ദ ഫ്ലോ ചാർട്ട്. ഈ ഫ്ലോ ചാർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യണം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടില്ല എന്നുള്ളതും ഫ്ലോ ചാർട്ടിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതിൻ്റെ എക്സാമ്പിളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞായിരുന്നു. ഈ ഫെൽസിൻ്റെ കേസിൽ എൽസ് എന്ന് പറയുന്ന ഒരു വാക്കിനെ, ബാക്കിയെല്ലാം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു, എൽസ് എന്ന് പറയുന്ന ഒരു വാക്കിനെ നമ്മൾക്ക് ഈ ഫ്ലോ ചാർട്ടിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലമില്ല. അതേപോലെ തന്നെ പല കാര്യങ്ങളിലും എന്തൊക്കെ കാര്യങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യണ്ട എന്നുള്ളതിന് കൃത്യമായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടില്ല എന്നുള്ളതും ഫ്ലോ ചാർട്ടിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഡിസഡ്വാൻറ്റേജസ് 3 പറഞ്ഞത്, വെരി ടൈം കൺസ്യൂമിങ് ആൻഡ് ലബോറിയസ് ടു ഡ്രോ. ലബോറിയസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ലേബർ ആവശ്യം വരുന്നു, കൂടുതൽ ലേബർ, മാനുവൽ വർക്ക് കൂടുതൽ ആവശ്യം വരുന്നു. അപ്പോൾ ടൈം കൺസ്യൂമിംഗ് ആണ്. അതേപോലെ തന്നെ കൂടുതൽ മാനുവൽ വർക്ക് എടുത്തിട്ട് വേണം ഇത് വരയ്ക്കാൻ. രണ്ടാമത്തേത് മോഡിഫിക്കേഷൻ ഡിഫിക്കൽട്ടാണ്. മൂന്നാമത്തേത്, ദർ ആർ നോ ഫിക്സഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഡിറ്റർമൈനിങ് ദ amount of detail to be shown in the ഫ്ലോ ചാർട്ട്. എന്തൊക്കെ കാര്യങ്ങൾ ഫ്ലോ ചാർട്ടിൽ കാണിക്കണം എന്നുള്ളതിൻ്റെ സ്റ്റാൻഡേർഡ് കൃത്യമായിട്ടും ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇത്രയാണ് ഫ്ലോ ചാർട്ടിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. പിന്നെ ഫ്ലോ ചാർട്ട് സിമ്പിൾസ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നിങ്ങൾ പഠിക്കണം എന്ന് പറയാം. ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടില്ലെങ്കിലും പഠിക്കണമെന്ന് പറയാനുള്ള കാരണം ഇതാണ്. സിമ്പിൾ അൽഗോരിതംസും സിമ്പിൾ ഫ്ലോ ചാർട്ട്സും വരയ്ക്കാൻ പഠിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ ഫ്ലോ ചാർട്ടിന്റെ സിമ്പിൾ അറിയാതെ ആർക്കും ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇംപ്ലിസിറ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ പഠിക്കണമെന്ന് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ സിമ്പിൾസ് പഠിച്ചിരിക്കണം. കാരണം സിമ്പിൾ പഠിക്കാതെ ആർക്കും ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്ലോ ചാർട്ട് സിമ്പിൾസ്. ഫ്ലോ ചാർട്ട് സിമ്പിൾസ് എന്ന് പറയുന്നത്, ആദ്യത്തെ ഫ്ലോ ചാർട്ട് സിമ്പിൾ ആണ് ടെർമിനൽ സിമ്പിൾ. ഞാൻ നിങ്ങളോട് നോക്കിയിട്ട് വരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ബുക്ക് മറിച്ചെങ്കിലും നോക്കിയിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഇരിക്കുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ രീതി മാറ്റേണ്ടി വരും. ഞാൻ ഈ ഡിസ്കഷൻ നിർത്തിയിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കലിലേക്ക് നമ്മുടെ രീതി മാറ്റേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത് അടുത്ത ട്രിപ്പ് റിവിഷൻ വരുമ്പോഴത്തേക്ക് ആ രീതിയിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ രീതിയിൽ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് ടെർമിനൽ സിമ്പിൾ. ടെർമിനൽ സിമ്പിൾ എന്തിനാണ് ടെർമിനൽ സിമ്പിൾ ഉപയോഗിക്കുന്നത്? ആരെങ്കിലും പറയൂ, അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു. എന്തിനാണ് ടെർമിനൽ സിമ്പിൾ ഉപയോഗിക്കുന്നത്? അത് ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ നോക്കിയിട്ടില്ല. ഇതായിരിക്കും പറയാൻ പോകുന്നത്. എന്താ ഫ്ലോ ചാർട്ട് സിമ്പിൾസ്? ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടല്ല ടെർമിനൽ സിമ്പിൾ. സ്റ്റാർട്ടും സ്റ്റോപ്പും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാർട്ടും സ്റ്റോപ്പും റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. ഏതൊരു അൽഗോരിതം എഴുതുമ്പോഴും സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് സ്റ്റാർട്ട് ആയിരിക്കും. ഏതൊരു അൽഗോരിതത്തിന്റെയും സ്റ്റെപ്പ് 1 സ്റ്റാർട്ട് ആയിരിക്കും. ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റോപ്പ്. സ്റ്റാർട്ട് എന്ന് പറയുന്ന സ്റ്റെപ്പിൽ തുടങ്ങി സ്റ്റോപ്പ് എന്ന് പറയുന്ന സ്റ്റെപ്പിലാണ് ഏതൊരു അൽഗോരിതവും വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇനി ഈ സ്റ്റാർട്ടിനെയും ഈ സ്റ്റോപ്പിനെയും ഫ്ലോ ചാർട്ടിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിമ്പിൾ ആണ് ടെർമിനൽ സിമ്പിൾ എന്ന് പറയുന്ന ഓവൽ ഷേപ്പ് ടെർമിനൽ സിമ്പിൾ. ഇനി രണ്ടാമത്തേതാണ് ഇത് എന്തെന്നാണ് ഇതിന് പറയാ, പാരലലോഗ്രാം. ഈ പാരലോഗ്രാം ആണ് മിത്ര പറഞ്ഞത്. ഇൻപുട്ട് ഔട്ട്പുട്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിമ്പിൾ ആണ് പാരലലോഗ്രാം. ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും റെപ്രസെന്റ് ചെയ്യാൻ. അപ്പൊ നമ്മൾ പറഞ്ഞു അൽഗോരിതം തുടങ്ങുന്ന സമയത്ത് അൽഗോരിതത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിട്ടുള്ളവർക്കറിയാം. അൽഗോരിതത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്കുകൾ പറഞ്ഞിരിക്കുന്നതാണ്. എവറി അൽഗോരിതം മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ഇൻസ്ട്രക്ഷൻ ടു റീഡ് ദ ഇൻപുട്സ്.
ഇൻപുട്ടിനെ റീഡ് ചെയ്യാനുള്ള സ്റ്റെപ്പ് വെച്ചിട്ട് വേണം എല്ലാ അൽഗോരിതവും തുടങ്ങാൻ എന്നുള്ള കാര്യം പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഇൻപുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അറിയാത്ത വാല്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രോഗ്രാമിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുന്ന റിസൾട്ടിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടും ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിമ്പിളാണ് പാരലോഗ്രാം എന്ന് പറയുന്ന നമ്മുടെ സിമ്പിൾ, ഇൻപുട്ട് ഔട്ട്പുട്ട് സിമ്പിൾ. ഇനി മൂന്നാമത്തെ സിമ്പിളാണ് റെക്റ്റാങ്കിൾ. പ്രോസസ്സിംഗ് സ്റ്റെപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെക്റ്റാങ്കിൾ ഉപയോഗിക്കുന്നത്. തേർഡ് വൺ, റെക്റ്റാങ്കിൾ. ഇറ്റ് റെപ്രസെന്റ്സ് ദ പ്രോസസ്സിംഗ് സിമ്പിൾ. ഇറ്റ് ഈസ് ദ പ്രോസസ്സിംഗ് സിമ്പിൾ. റെക്റ്റാങ്കിൾ ഈസ് ദ പ്രോസസ്സിംഗ് സിമ്പിൾ. അപ്പോൾ പ്രോസസ്സിംഗ് സിമ്പിൾ എന്താണെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. ഈക്വൽ ടു സിമ്പിൾ വരുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റ്സും പ്രോസസ്സിംഗ് ആണ്. ഇപ്പൊ എ ഇസ് ഈക്വൽ ടു 5 എന്ന് കൊടുത്തു, ഈക്വൽ ടു സിമ്പിൾ വന്നു, അത് പ്രോസസ്സിംഗ് ആണ്. എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് കൊടുത്തു, ഈക്വൽ ടു സിമ്പിൾ ഉണ്ടെങ്കിൽ അത് പ്രോസസ്സിംഗ് ആണ്. അപ്പൊ ഈക്വൽ ടു സിമ്പിൾ വരുന്ന ഏതൊരു സ്റ്റെപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോസസ്സിംഗ് സിമ്പിൾ. അങ്ങനെയുള്ള പ്രോസസ്സിംഗ് സിമ്പിൾസിനെ, പ്രോസസ്സിംഗ് സ്റ്റെപ്പുകളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന പ്രോസസ്സിംഗ് സിമ്പിൾ ഉപയോഗിക്കുന്നത്. ഇനി നാലാമത്തേതാണ് ഡിസിഷൻ മേക്കിംഗ് ആയ റോംബസ് സിമ്പിൾ. റോംബസ് യൂസ്ഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ദെൻ ഗോ ടു സ്റ്റെപ്പ് 3, ഗോ ടു സ്റ്റെപ്പ് 4 എന്നൊക്കെ പറയില്ലേ, ആ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോംബസ് സിമ്പിൾ ഉപയോഗിക്കുന്നത്. റോംബസിന് 2 ഔട്ട്പുട്ടുകളുണ്ട്, ട്രൂ കേസും ഫോൾസ് കേസും. എന്താണ്, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു സൈഡിലേക്ക് പോകും, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ വേറൊരു സൈഡിലേക്ക് പോകും. ഇതാണ് റോംബസ് സിമ്പിൾ. ഇനി അഞ്ചാമത്തെ സിമ്പിൾ ആണ് ഫ്ലോ ലൈൻസ്. ഫ്ലോ ലൈൻസ് എന്ന് പറയുന്നത് എന്താണ്, 2 സിമ്പിളുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, 2 സ്റ്റെപ്പുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലോ ലൈൻസ് ഉപയോഗിക്കുന്നത്. ഇനി ലാസ്റ്റത്തെ ആറാമത്തെ സ്റ്റെപ്പാണ് കണക്ടർ സിമ്പിൾ. അതായത് ഒരു പേജിൽ നമ്മുടെ അൽഗോരിതം ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ അടുത്ത പേജിലേക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കണക്ടർ സിമ്പിൾസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് തിയറി പാർട്ടിൽ നിങ്ങൾ ഈ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്ന സെക്ഷനിൽ പഠിക്കേണ്ടത്. അപ്പം പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്താണ് നമ്മൾ പറഞ്ഞു. പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ഈസ് ഐഡന്റിഫൈയിങ് ദ സെറ്റ് ഓഫ് ഡാറ്റ ആൻഡ് ഓപ്പറേഷൻസ് ടു ബി പെർഫോംഡ് ടു സോൾവ് ദ പ്രോബ്ലം. പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പെർഫോം ചെയ്യേണ്ട സെറ്റ് ഓഫ് ഓപ്പറേഷൻസിനെയും അതേപോലെ യൂസ് ചെയ്യേണ്ട സെറ്റ് ഓഫ് ഡാറ്റയും കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പിനെയാണ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. അൽഗോരിതം ഈസ് ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷൻ ഓഫ് പ്രോബ്ലം ടു ബി സോൾവ്. സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലത്തിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷൻ അൽഗോരിതം. പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് അൽഗോരിതം ഈസ് നോൺ ആസ് ഫ്ലോ ചാർട്ട്. അതിനെ ചിത്രം വരച്ച് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ടിൽ നമ്മൾ 3 കാര്യങ്ങൾ ഫ്ലോ ചാർട്ടിൽ നമ്മൾ പഠിക്കണം. ഡെഫിനേഷൻ എല്ലാത്തിൻ്റെയും പഠിക്കണം. ഇനി 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പഠിക്കേണ്ട. ഒന്നാമത്തെ ഫ്ലോ ചാർട്ട് സിമ്പിൾസ്. 6 സിമ്പിൾസ് ആണുള്ളത്. ടെർമിനൽ സിമ്പിൾ യൂസ്ഡ് ഫോർ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്, ഓവൽ ഷേപ്പ്. പാരലോഗ്രാം യൂസ്ഡ് ഫോർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. റെക്ടാങ്കിൾ യൂസ്ഡ് ഫോർ പ്രോസസിംഗ് സ്റ്റെപ്പ്. റോംബസ് യൂസ്ഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ആരോ മാർക്ക് ലൈൻസ് യൂസ്ഡ് ഫോർ റെപ്രസെന്റിംഗ് ദ ഫ്ലോ ഓഫ് കൺട്രോൾ. ഫ്ലോ ഓഫ് കൺട്രോളിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഫ്ലോ ലൈൻസ്. പിന്നെ കണക്ടർ സിമ്പിൾ. കണക്ടർ സിമ്പിൾ if the algorithm cannot be completed in a single page, then we use the connector symbols. Incoming connector symbol ഉം outgoing connector symbol ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലോ ചാർട്ട്. മെറിറ്റ്സ് ഓഫ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് 4 എണ്ണം. ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് അനാലിസിസ്, എഫക്റ്റീവ് സിന്തസിസ്, എഫിഷ്യൻറ്റ് കോഡിംഗ്. 4 അഡ്വാൻറ്റേജസും 3 ഡിസഡ്വാൻറ്റേജസും ആണ് ഫ്ലോ ചാർട്ടിൽ നമ്മൾ പഠിച്ചത്. ഒന്നാമതായിട്ട് അത് വരയ്ക്കാൻ കൂടുതൽ സമയം എടുക്കും, ടൈം കൺസ്യൂമിങ് ആൻഡ് ലബോറിയസ്, ഒരുപാട് എന്താണ് മാനുവൽ വർക്ക് ആവശ്യമാണ്. മോഡിഫിക്കേഷൻ ഈസ് ഡിഫിക്കൾട്ട്, മാറ്റം വരുത്താൻ ബുദ്ധിമുട്ടാണ്. ഇനി സ്റ്റാൻഡേർഡ്സിനെ ഡിഫൈൻ ചെയ്തിട്ടില്ല. ടു റെപ്രസെൻറ്റ് ദർ ആർ നോ സ്റ്റാൻഡേർഡ്സ് ഫോർ റെപ്രസെൻറ്റിംഗ്, അല്ല, ദർ ആർ നോ സ്റ്റാൻഡേർഡ്സ് ദാറ്റ് ഡിറ്റർമൈൻ വാട്ട് ആർ ദ തിങ്സ് ടു ബി റെപ്രസെൻറ്റഡ് ഇൻ ദ ഫ്ലോ ചാർട്ട്. ആ ഫ്ലോ ചാർട്ടിൽ എന്തൊക്കെ റെപ്രസെൻറ്റ് ചെയ്യണം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടില്ല. ഇത് 3 ഫ്ലോ ചാർട്ടിൻ്റെ ഡിസഡ്വാൻറ്റേജസിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും തിയറി പാർട്ടിൽ ഈ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ടിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. പിന്നെ വരുന്നത് പ്രോഗ്രാം കോഡിംഗ്. പ്രോഗ്രാം കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റെപ്പ് ഇൻ വിച്ച് the algorithm is converted into a high level language code. നമ്മൾ എഴുതിയിരിക്കുന്ന അൽഗോരിതത്തെ ഏതെങ്കിലും ഒരു ഹൈ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന സ്റ്റെപ്പിനെയാണ് പ്രോഗ്രാം കോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഗ്രാം കോഡിങ്ങിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട വേറൊരു വാക്കാണ് സോഴ്സ് കോഡ്. സോഴ്സ് കോഡ്. The program written in high level language is known as source code. അപ്പോൾ ഈ ഒരു വാക്കും നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. പ്രോഗ്രാം കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതിയിരിക്കുന്ന അൽഗോരിതത്തെ ഹൈ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന സ്റ്റെപ്പിനെ പ്രോഗ്രാം കോഡിംഗ് എന്ന് പറയും. നമ്മൾ കോഡ് ചെയ്ത് കിട്ടുന്ന ആ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിനെ വിളിക്കുന്ന പേരാണ് സോഴ്സ് കോഡ്. 4ാമത്തെ സ്റ്റെപ്പാണ് ട്രാൻസ്ലേഷൻ.
ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതിയിരിക്കുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് ഇംഗ്ലീഷിനോട് സിമിലർ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ലാംഗ്വേജ് പ്രൊഫസർ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ച കാര്യമാണ്. ഇംഗ്ലീഷിനോട് സിമിലർ ആണ്, പക്ഷേ കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. നമുക്ക് മനസ്സിലാവും, കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല ഹൈ ലെവൽ ലാംഗ്വേജ്. അപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെങ്കിൽ കമ്പൈലറോ ഇന്റർപ്രറ്ററോ ഉപയോഗിച്ച് ഇതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ മെഷീൻ ലാംഗ്വേജിലേക്ക് നമ്മൾ എഴുതിയിരിക്കുന്ന ഈ ഹൈ ലെവൽ ലാംഗ്വേജ് കോഡായ സോഴ്സ് കോഡിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സ്റ്റെപ്പാണ് ട്രാൻസ്ലേഷൻ. അങ്ങനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്ന കോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓബ്ജക്റ്റ് കോഡ്. ഫോക്കസ് ഏരിയയിൽ ഇല്ലെങ്കിൽ പോലും ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. നിങ്ങളിപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചോണം. പിന്നെ ഇനി നമുക്കൊരു അവസരം റിവിഷൻ നടത്താനുണ്ടെങ്കിൽ ആ സമയത്ത് റിവിഷൻ നടത്തുമ്പം അത് ഫോക്കസ് ഏരിയയിൽ ഇല്ല, അതുകൊണ്ട് പഠിച്ചില്ല എന്നൊന്നും ആരും പറയാൻ നിൽക്കരുത്. ഞാൻ കൃത്യമായിട്ടും പറയുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഫോക്കസ് ഏരിയയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു പ്രോഗ്രാം കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതിയിരിക്കുന്ന അൽഗോരിതത്തെ ഹൈ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റി ആ ഹൈ ലെവൽ ലാംഗ്വേജ് കോഡിനെ സോഴ്സ് കോഡ് എന്ന് പറഞ്ഞു. സോഴ്സ് കോഡിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നതിനെ ട്രാൻസ്ലേഷൻ എന്ന് പറയും. ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്ന കോഡിനെ ഓബ്ജക്റ്റ് കോഡ് എന്ന് പറയും. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡഡ് ആണ് ഡീബഗ്ഗിംഗ്. അപ്പൊ ഡീബഗ്ഗിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഗ് മീൻസ് എറർ, ഡീബഗ്ഗിംഗ് മീൻസ് ദ കറക്ഷൻ ഓഫ് എറേഴ്സ്. ബഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതിയിരിക്കുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് കോഡിൽ വന്നിരിക്കുന്ന തെറ്റുകളെ, മിസ്റ്റേക്കുകളെയാണ് നമ്മൾ ബഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മിസ്റ്റേക്കുകളെല്ലാം മാറ്റുന്ന സ്റ്റെപ്പിനെയാണ് നമ്മൾ ഡീബഗ്ഗിംഗ് എന്ന് പറയുക. ഡീബഗ്ഗിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് കറക്റ്റിംഗ് എറേഴ്സ് കറക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പിനെയാണ് ഡീബഗ്ഗിംഗ് എന്ന് പറയുന്നത്. ഇനി ഡീബഗ്ഗിങ്ങിൽ നമ്മൾ 3 തരത്തിലുള്ള എറേഴ്സ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ടും പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് കൂടെ നമുക്ക് പഠിക്കാം 3 തരത്തിലുള്ള എറേഴ്സ് ഏതൊക്കെയാണെന്ന്. അടുത്ത സ്റ്റെപ്പാണ് എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ്. അതിൽ 2 കാര്യങ്ങളാണ് എക്സിക്യൂഷൻ, ടെസ്റ്റിംഗ്. ഇതൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതാണ്. എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ഇവിടെ നിന്നിട്ട് ഒരാളോട് വാതിലടയ്ക്കുന്ന കാര്യം ക്ലാസ്സിൽ നമ്മൾ ഇരിക്കുന്നു, ഞാനൊരു കുട്ടിയോട് പറയുന്നു നീ ആ വാതിലൊന്ന് അടയ്ക്ക് എന്ന് പറഞ്ഞാൽ അത് പ്രോഗ്രാം കോഡിങ് മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ കോഡ് എഴുതി വെച്ചു, പ്രോഗ്രാം കോഡിങ്, വാതിലടയ്ക്ക് എന്ന് പറഞ്ഞു, ഒരു കോഡ് കൃത്യമായിട്ടുണ്ട്. അതേസമയം ആ കുട്ടി അവിടെ നിന്ന് എണീറ്റ് പോയി ആ വാതിൽ അടയ്ക്കുക എന്ന് പറയുന്നതാണ് അതിന്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഞാൻ കോഡ് എഴുതി വെച്ചു, 2 നമ്പറിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള കോഡ് ഞാൻ എഴുതി വെച്ചു. ഇത് വർക്ക് ചെയ്ത് ഈ സമ്മ് കണ്ടുപിടിച്ച് നമ്മുടെ കയ്യിലേക്ക് തരുന്ന ആ ഒരു സ്റ്റെപ്പിനെയാണ് നമ്മൾ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ക്യാരിയിങ് ഔട്ട് ഓഫ് ഓപ്പറേഷൻസ് ഗിവൺ ഇൻ ദ ഇൻസ്ട്രക്ഷനിൽ കൊടുത്തിരിക്കുന്ന ഓപ്പറേഷനെ പെർഫോം ചെയ്യുന്നതിനെയാണ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഓപ്പറേഷൻ നമ്മുടെ ഇൻസ്ട്രക്ഷൻസിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് എക്സിക്യൂഷൻ. ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ടെസ്റ്റിംഗ് എന്താണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതിനെയാണ് ടെസ്റ്റിംഗ്. ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വി ഗിവ് നോൺ ഇൻപുട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ 2 നമ്പറിന്റെ സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ നോൺ ആയിട്ടില്ല, അപ്പോൾ 2, 3 നമ്മൾ ഇൻപുട്ട് ചെയ്ത് നോക്കും. 2ന്റെയും 3ന്റെയും സമ്മ് എന്താണ് നമുക്കറിയാം, 2, 3 കൂടി കൂട്ടിയാൽ 5. അപ്പോൾ കിട്ടിയ ഉത്തരം 5 ആണെങ്കിൽ നമ്മൾക്ക് പറയാം നമ്മൾ എഴുതിയിരിക്കുന്ന കോഡ് കറക്റ്റ് ആണ്. അപ്പോൾ നമ്മൾക്ക് അറിയാവുന്ന വാല്യൂസ് അതിനെയാണ് നമ്മൾ നോൺ വാല്യൂസ് അല്ലെങ്കിൽ നോൺ റിസൾട്ട്സ് എന്ന് പറയും. ഈ നോൺ റിസൾട്ട്സ് ഉള്ള വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എഴുതിയ പ്രോഗ്രാം എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആരോ പറഞ്ഞ പോലെ എനിക്ക് തോന്നി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കേൾക്കുന്നില്ലെങ്കിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ നിങ്ങൾ പറയണം കേട്ടോ, മനസ്സിലാവുന്നില്ലെങ്കിലോ ഒക്കെ. അപ്പം നേരത്തെ പഠിപ്പിച്ചതായതുകൊണ്ട് ഞാൻ സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു വന്നത്, ടെസ്റ്റിംഗ്. അപ്പം നോൺ ആയിട്ടുള്ള വാല്യൂസ് ഇട്ട് കൊടുത്ത് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതിനെയാണ് നമ്മൾ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചിരിക്കുന്ന അതേ റിസൾട്ട് തന്നെ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അതേ റിസൾട്ട് തന്നെ കിട്ടിയാൽ നമ്മൾക്ക് എന്ത് പറയാം, നമ്മൾ എഴുതിയിരിക്കുന്ന പ്രോഗ്രാം കറക്റ്റ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് അല്ല കിട്ടുന്നതെങ്കിൽ നമ്മൾ എഴുതിയ പ്രോഗ്രാമിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഇതാണ് എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ്. ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ് ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളുടെയൊക്കെ കൃത്യമായിട്ടും എന്തൊക്കെയാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടും എഴുതി തയ്യാറാക്കി വെക്കുന്നതിനെയാണ് ഡോക്യുമെന്റേഷൻ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ കൃത്യമായിട്ട് അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ കീപ്പ് ചെയ്യുക. എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയത്, നമ്മൾ ഇതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തിട്ടാണ് ഈ പ്രോബ്ലം സോൾവിങ് നടത്തിയത് എന്നൊക്കെ ഉള്ളതിനെയാണ് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. ഡോക്യുമെന്റേഷൻ 2 രീതിയിലുണ്ട്, ഇന്റേണൽ ഡോക്യുമെന്റേഷൻ, എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ. ഫോക്കസ് ഏരിയയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതും നിങ്ങൾ പഠിച്ചു വെക്കണം. ഇന്റേണൽ ഡോക്യുമെന്റേഷൻ,
എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ. ഇന്റേണൽ ഡോക്യുമെന്റേഷനും എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷനും. ഫോക്കസ് ഏരിയയിൽ നിന്ന് മാത്രമല്ല ചോദ്യങ്ങൾ വരികയെന്ന് ഞാൻ ഇത് ഓരോ പ്രാവശ്യവും പറയും. കാരണം സെക്കൻഡ് ഇയറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ഉള്ള പരിചയം കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഫോക്കസ് ഏരിയയുടെ പുറത്തൊന്നും ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പൊ ഇന്റേണൽ ഡോക്യുമെന്റേഷൻ, എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ, ഇതാണ് ഡോക്യുമെന്റേഷന്റെ രണ്ട് ടൈപ്സ്. അതിൽ ഇന്റേണൽ ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്റേണൽ ഡോക്യുമെന്റേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് കമന്റ്സ് വിത്തിൻ ദ പ്രോഗ്രാം. പ്രോഗ്രാമിന്റെ ഉള്ളിൽ തന്നെ കമന്റ്സ് എഴുതുന്നതിനെയാണ് ഇന്റേണൽ ഡോക്യുമെന്റ്. കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, പ്രോഗ്രാമിന്റെ ഉള്ളിൽ തന്നെ എഴുതുന്നതിനെയാണ് ഇന്റേണൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് സിസ്റ്റം മാനുവൽസ് ഓർ യൂസർ മാനുവൽസ്. നമ്മൾ ഓരോ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ ഒരു ബുക്ക് കിട്ടും നമുക്ക്, ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ അങ്ങനെ അതിന്റെ വർക്കിംഗ് ഒക്കെ പറയുന്ന ആ ഒരു ബുക്കിനെയാണ് യൂസർ മാനുവൽ അല്ലെങ്കിൽ സിസ്റ്റം മാനുവൽ എന്നൊക്കെ പറയുന്നത്. അത് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഇതിൽ നിങ്ങൾ തിയറി പാർട്ടിൽ പഠിക്കാനുള്ളത്. ഫോക്കസ് ഏരിയയിൽ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ പഠിക്കില്ല എന്നാരും വാശി പിടിക്കരുത്. ഇത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടണമെങ്കിൽ ഇത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നോട്ടൊക്കെ നേരത്തെ എഴുതി വെച്ചിരിക്കുന്നതായതുകൊണ്ട് മഴയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ടും ഈ കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾക്ക് കിട്ടിയ അവസരം ഇനി അത് പറഞ്ഞു പോയാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുറെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ അവസരം നിങ്ങൾ പാഴാക്കാതെ കൃത്യമായിട്ടും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ നമ്മൾ പ്രോഗ്രാമിംഗ് എന്താണെന്ന് പറഞ്ഞു. സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ എ കമ്പ്യൂട്ടർ ടു സോൾവ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതിനാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. പ്രോഗ്രാം എഴുതുന്നതിന് പ്രോഗ്രാമിംഗ് എന്ന് പറയും. ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് 5 എണ്ണം. പേര് മാത്രമേ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ നിങ്ങൾ എക്സ്പ്ലനേഷൻ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ 7 സ്റ്റെപ്സ് ആണുള്ളത്. പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്, പ്രോഗ്രാം കോഡിംഗ്, ട്രാൻസ്ലേഷൻ, ഡീബഗിംഗ്, എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ്, ഡോക്യുമെന്റേഷൻ. അതിൻ്റെ ഫസ്റ്റ് വൺ ആണ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. ഐഡന്റിഫൈയിങ് ദ സെറ്റ് ഓഫ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ടു ബി യൂസ്ഡ് ഫോർ സോൾവിങ് ദ പ്രോബ്ലം. എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ച്, എന്തൊക്കെ ഡാറ്റ ഉപയോഗിച്ച്, എന്തൊക്കെ സ്റ്റെപ്സ് ഉപയോഗിച്ച് നമ്മുടെ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാം എന്നുള്ളത് കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പിനെയാണ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്. അൽഗോരിതം എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷൻ ഓഫ് പ്രോബ്ലം ടു ബി സോൾവ്. ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് അൽഗോരിതം. ഫ്ലോ ചാർട്ട് സിമ്പിൾസ് 6 എണ്ണം നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. പ്രോഗ്രാം കോഡിംഗ് എന്ന് പറയുന്നത് കൺവേർഷൻ ഓഫ് അൽഗോരിതം ഇൻടു എ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം. അൽഗോരിതത്തെ ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിലേക്ക് മാറ്റുന്ന സ്റ്റെപ്പിനെയാണ് പ്രോഗ്രാം കോഡിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ മാറ്റുമ്പോൾ കിട്ടുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം കോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോഴ്സ് കോഡ്. സോഴ്സ് കോഡ് ഈസ് ദ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കോഡ്. നമ്മൾ എഴുതിയിരിക്കുന്ന ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കോഡിനെയാണ് സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന സ്റ്റെപ്പ്, 4ാമത്തെ സ്റ്റെപ്പാണ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ ഈസ് ദ പ്രൊസീജിയർ ഓഫ് കൺവേർഷൻ ഓഫ് ഹൈ ലെവൽ ലാംഗ്വേജ് കോഡ് ഇൻടു മെഷീൻ ലാംഗ്വേജ്. നമ്മൾ എഴുതിയിരിക്കുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് കോഡ്, അതായത് സോഴ്സ് കോഡ്. ഈ സോഴ്സ് കോഡിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന സ്റ്റെപ്പാണ് ട്രാൻസ്ലേഷൻ. ദ ഒബ്റ്റൈൻഡ് മെഷീൻ ലാംഗ്വേജ് കോഡ് ഈസ് നോൺ ആസ് ഒബ്ജക്റ്റ് കോഡ്. ഇങ്ങനെ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ട്രാൻസ്ലേഷൻ കഴിഞ്ഞ് കിട്ടിയിരിക്കുന്ന മെഷീൻ ലാംഗ്വേജ് കോഡിനെ വിളിക്കുന്ന പേരാണ് ഒബ്ജക്റ്റ് കോഡ്. ഇനി 5th സ്റ്റെപ്പ് ഡീബഗിംഗ്. ബഗ് മീൻസ് എറേഴ്സ് ഓർ മിസ്റ്റേക്സ്. തെറ്റുകൾ, ആ മിസ്റ്റേക്സിനെയാണ് ബഗ് എന്ന് പറയുന്നത്. കറക്ഷൻ ഓഫ് എറേഴ്സ്, കറക്ഷൻ ഓഫ് മിസ്റ്റേക്സ്, അതിനെയാണ് നമ്മൾ ഡീബഗിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വന്നിരിക്കുന്ന തെറ്റുകൾ തിരുത്തുന്ന സ്റ്റെപ്പാണ് ഡീബഗിംഗ്. പിന്നെ എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ്. എക്സിക്യൂഷൻ ഈസ് ദ ക്യാരിയിങ് ഔട്ട് ഓഫ് ഓപ്പറേഷൻസ് സ്പെസിഫൈഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ. ഓരോ ഇൻസ്ട്രക്ഷനിലും പറഞ്ഞിരിക്കുന്ന, സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ എന്താണോ, അഡീഷൻ ആണെങ്കിലോ അഡീഷൻ, ഡിവിഷൻ ആണെങ്കിലോ ഡിവിഷൻ, ഔട്ട്പുട്ട് ചെയ്യാനാണെങ്കിൽ ഔട്ട്പുട്ട് ചെയ്യുക. അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷനിലും പറഞ്ഞിരിക്കുന്ന ആ ഒരു ഓപ്പറേഷൻ എന്താണോ അത് പെർഫോം ചെയ്യുന്ന സ്റ്റെപ്പിനെയാണ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കിംഗ് ദ കറക്റ്റ്നെസ് ഓഫ് പ്രോഗ്രാം യൂസിങ് നോൺ റിസൾട്ട്സ്. നമ്മൾക്ക് അറിയാവുന്ന റിസൾട്ടുകൾക്കുള്ള വാല്യൂസ് ഇട്ടുകൊടുത്ത് നമ്മുടെ പ്രോഗ്രാം കറക്റ്റ് ആയിട്ടാണോ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതിനെയാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ടെസ്റ്റിംഗ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് കിട്ടിയാൽ ടെസ്റ്റിംഗ് ഓക്കെയാണ്, നമ്മുടെ പ്രോഗ്രാം കറക്റ്റ് ആണ്. എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ വീണ്ടും എന്തോ മാറ്റം വരുത്താനുണ്ട്. ലാസ്റ്റ് വൺ ഡോക്യുമെന്റേഷൻ. കീപ്പിംഗ് ഡോക്യുമെന്റേഷനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാം?
കീപ്പിംഗ് പ്രോപ്പർ ഡോക്യുമെന്റ്സ് ഫോർ ദ വർക്ക് ഡൺ. നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വർക്ക് ചെയ്തോ അതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്നതാണ് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. ഡോക്യുമെന്റേഷൻ രണ്ട് രീതിയിലാണുള്ളത്, ഇന്റേണൽ ഡോക്യുമെന്റേഷനും എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷനും. ഇന്റേണൽ ഡോക്യുമെന്റേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റെപ്സ് വിത്തിൻ ദ പ്രോഗ്രാം. പ്രോഗ്രാമിന്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ അകത്തെ സ്റ്റെപ്സിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് എഴുതുന്നതിനെ ഇന്റേണൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയും. എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് സിസ്റ്റം മാനുവൽസ് ഓർ യൂസർ മാനുവൽസ്. നമുക്ക് കിട്ടുന്ന ആ ചെറിയ ബുക്ക്ലെറ്റ്, എന്തെങ്കിലും ഇക്വിപ്മെന്റ് മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ബുക്ക്ലെറ്റ്, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ഉള്ളതിന്റെ ആ യൂസർ മാനുവൽ അല്ലെങ്കിൽ സിസ്റ്റം മാനുവൽ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റെപ്പിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നാലാമത്തെ സ്റ്റെപ്പായ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. നാലാമത്തെ അല്ലല്ലോ, ഏഴാമത്തെ സ്റ്റെപ്പായി ഡോക്യുമെന്റേഷൻ നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡീബഗിങ്ങിലെ ടൈപ്സ് ഓഫ് എറേഴ്സ് ആണ് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത് 3 മാർക്കിന് ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. നിങ്ങൾ അതിൻ്റെ അകത്ത് ഒരു തർക്കവും വിചാരിക്കേണ്ട, ഉറപ്പായിട്ടും 3 മാർക്കിന് ടൈപ്സ് ഓഫ് എറേഴ്സ് ചോദിച്ചിരിക്കും. ഇത് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്ക് പോയി എന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ ടൈപ്സ് ഓഫ് എറേഴ്സ്, ടൈപ്സ് ഓഫ് എറേഴ്സ് 3 തരത്തിലുള്ള എറേഴ്സ് ആണ് മെയിൻ ആയിട്ടും കമ്പ്യൂട്ടറിൽ ഉള്ളത്. ഫസ്റ്റ് വൺ സിൻടാക്സ് എറർ, കമ്പ്യൂട്ടറിലല്ല പ്രോഗ്രാമിൽ ഉള്ളത്. ഫസ്റ്റ് വൺ സിൻടാക്സ് എറർ, രണ്ടാമത്തേത് ലോജിക്കൽ എറർ ആൻഡ് തേർഡ് വൺ ഈസ് റൺ ടൈം എറർ. 3 തരത്തിലുള്ള എററുകളാണുള്ളത്. സിൻടാക്സ് എറർ, ലോജിക്കൽ എറർ ആൻഡ് റൺ ടൈം എറർ. അതിൻ്റെ അകത്തെ ഫസ്റ്റ് വൺ സിൻടാക്സ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മിസ്റ്റേക്ക് ഇൻ ദ ഗ്രാമർ ഓർ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്? ഗ്രാമർ അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മൾ സിൻടാക്സ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് എ ലാംഗ്വേജിനെയാണ് നമ്മൾ സിൻടാക്സ്. ഒരു ലാംഗ്വേജിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതിനെയാണ് നമ്മൾ ഗ്രാമർ എന്ന് പറയുന്നത്. ഗ്രാമറിനെ തന്നെയാണ് നമ്മൾ സിൻടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷനിൽ വന്നിരിക്കുന്ന എന്തെങ്കിലും ഒരു മിസ്റ്റേക്കിനെയാണ് നമ്മൾ സിൻടാക്സ് എറേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ സിൻടാക്സ് എറേഴ്സ് ഒക്കർ ഡ്യൂ ടു എന്തുകൊണ്ടാണ് ഒക്കർ ഡ്യൂ ടു വയലേഷൻ ഓഫ് ഗ്രമാറ്റിക്കൽ റൂൾസ്. ഒരു ലാംഗ്വേജിന്റെ ഗ്രമാറ്റിക്കൽ റൂൾസിൽ എന്തെങ്കിലും വയലേഷൻസ് വരുത്തുമ്പോഴാണ് സിൻടാക്സ് എറേഴ്സ് ഉണ്ടാകുന്നത്. അപ്പൊ സിൻടാക്സ് എറേഴ്സ് എളുപ്പമാണ്. ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്സ് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ വരുത്തുന്ന മിസ്റ്റേക്സിനെയാണ് സിൻടാക്സ് എറേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ സിൻടാക്സ് എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they are the errors that occur in the grammar or rules and regulations of a language. ഈ രണ്ടാമത്തേതാണ് ലോജിക്കൽ എറർ occurs due to the improper planning of the program. Due to improper planning of program. നമ്മൾ കൃത്യമായിട്ടും പ്രോഗ്രാമിനെ പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് വരുന്ന മിസ്റ്റേക്സ് ആണ് ലോജിക്കൽ എറേഴ്സ്. നമ്മൾ കൃത്യമായിട്ടുള്ള നമ്മൾ ചിന്തിച്ചതിൽ വന്ന എന്തോ ഒരു മിസ്റ്റേക്ക്, നമ്മൾ ഇങ്ങനെ ചെയ്താൽ ഔട്ട്പുട്ട് കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചു, പക്ഷെ കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടിയില്ല. അപ്പൊ നമ്മൾ ചിന്തിച്ചതിൽ വന്ന എന്തോ ഒരു മിസ്റ്റേക്ക്, ഇംപ്രോപ്പർ പ്ലാനിങ് കൊണ്ടുണ്ടായ മിസ്റ്റേക്ക് ആണ് ലോജിക്കൽ എറർ. ഇനി ലാസ്റ്റ് വൺ ആണ് റൺ ടൈം എറർ. റൺ ടൈം എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ദ ഡ്യൂ ടു ദ ഇൻപുട്സ്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് തെറ്റിപ്പോയാലാണ് റൺ ടൈം എറേഴ്സ് ഒക്കെ അറിയുന്നത്. നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് നമ്മൾക്കറിയാം, നമ്മൾ സി ഇൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, C++ൽ വാല്യൂസ് റീഡ് ചെയ്യുന്നത്. അപ്പൊ CIN A B എന്ന് റീഡ് ചെയ്തു. അതിൽ നമ്മുടെ ഓപ്പറേഷൻ ഇതാണ്, D is equal to A/B എന്നാണ് നമ്മൾക്ക് ചെയ്യേണ്ട ഓപ്പറേഷൻ. അതിൽ എയുടെ വാല്യൂ 1ഉം ബിയുടെ വാല്യൂ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് 1/0 എന്ന് പറയും. ഡിവിഷൻ ബൈ 0 എന്ന് പറയുന്നത് അൺഡിഫൈൻഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ്. അപ്പൊ കൊടുക്കുന്ന ഇൻപുട്ട് തെറ്റാണ്. പ്രോഗ്രാമിന്റെ ലോജിക്കിലും മിസ്റ്റേക്ക് ഇല്ല, സിൻടാക്സിലും മിസ്റ്റേക്ക് ഇല്ല, പക്ഷെ കൊടുത്ത ഇൻപുട്ടിൽ വന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് ഇവിടെ നമ്മുടെ പ്രോഗ്രാമിൽ എറർ വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഇൻപുട്ടിൽ പ്രോഗ്രാം ഇൻപുട്ടിൽ വരുന്ന മിസ്റ്റേക്സിനെയാണ് നമ്മൾ റൺ ടൈം എറേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ റൺ ടൈം എറർ ഒക്കർ ഡ്യൂ ടു റൺ ടൈം എറർ ഒക്കർ ഡ്യൂ ടു ദ improper input of values. Improper input of values. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വാല്യൂസ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് വരുന്ന എറേഴ്സ് ആണ് റൺ ടൈം എറേഴ്സ് എന്ന് പറയുന്നത്. ഇനി സിൻടാക്സ് എറർ എപ്പോഴാണ് നമ്മൾ കണ്ടുപിടിക്കുക? at the time of translation. Syntax errors is identified at the time of translation by compiler or interpreter. Translation സമയത്താണ് കമ്പൈലർ അല്ലെങ്കിൽ ഇന്റർപ്രറ്റർ ഈ
സിൻടാക്സ് എറർ കണ്ടുപിടിക്കുക. ഇനി ലോജിക്കൽ എറർ ഈസ് ഐഡന്റിഫൈഡ് അറ്റ് ദ ടൈം ഓഫ് ടെസ്റ്റിംഗ്. ടെസ്റ്റിങ്ങിന്റെ സമയത്താണ് ലോജിക്കൽ എറർ കണ്ടുപിടിക്കുക. ഇറ്റ് ഈസ് ഐഡന്റിഫൈഡ് ബൈ യൂസർ. യൂസർ സ്വന്തം കണ്ടുപിടിക്കണം. തെറ്റുണ്ടെങ്കിൽ യൂസർ സ്വന്തം കണ്ടുപിടിക്കണം. റൺ ടൈം എറർ ഒക്കർ അറ്റ് ദ ടൈം ഓഫ് എക്സിക്യൂഷൻ. എക്സിക്യൂഷന്റെ സമയത്താണ് റൺ ടൈം എറർ ഒക്കർ ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. സിൻടാക്സ് എറർ എന്താണ്, അത് എപ്പോഴാണ് കണ്ടുപിടിക്കുക, ആരാണ് കണ്ടുപിടിക്കുക. എന്താണ് ലോജിക്കൽ എറർ, എപ്പോഴാണ് കണ്ടുപിടിക്കുക, ആരാണ് കണ്ടുപിടിക്കുക. റൺ ടൈം എറർ എന്താണ്, എപ്പോഴാണ് കണ്ടുപിടിക്കുക, ആരാണ് കണ്ടുപിടിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിരിക്കണം. അപ്പൊ ടൈപ്സ് ഓഫ് എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടൈപ്പ് എറേഴ്സ് ആണ്. ഫസ്റ്റ് വൺ സിൻടാക്സ് എറർ. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ അല്ലെങ്കിൽ ഗ്രാമറിൽ വരുന്ന മിസ്റ്റേക്സ് ആണ് സിൻടാക്സ് എറേഴ്സ്. ട്രാൻസ്ലേഷന്റെ സമയത്ത് കമ്പൈലറോ ഇന്റർപ്രറ്ററോ അത് കണ്ടുപിടിക്കും. ലോജിക്കൽ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ദ ഇംപ്രോപ്പർ പ്ലാനിങ്. കൃത്യമായിട്ടും പ്ലാൻ ചെയ്യാത്തതുകൊണ്ടാണ് ലോജിക്കൽ എറേഴ്സ് ഒക്കെ ചെയ്യുന്നത്. അത് ടെസ്റ്റിങ്ങിന്റെ സമയത്ത് യൂസർ തന്നെയാണ് ഈ ലോജിക്കൽ എറേഴ്സ് കണ്ടുപിടിക്കുക. റൺ ടൈം എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രോപ്പർ ഇൻപുട്ട്, കൊടുക്കുന്ന ഇൻപുട്ടുകൾ തെറ്റിപ്പോകുമ്പോഴാണ് റൺ ടൈം എറർ ഒക്കെ ചെയ്യുക. അത് കണ്ടുപിടിക്കുന്നത് എക്സിക്യൂഷന്റെ സമയത്താണ്. അപ്പൊ ഇത്രയാണ് ടൈപ്സ് ഓഫ് എറേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ എന്താണെന്ന് മാത്രം പഠിച്ചാൽ പോരാ, ആര് കണ്ടുപിടിക്കുന്നു, എപ്പോൾ കണ്ടുപിടിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടും ഓർത്തിരിക്കണം. അപ്പൊ ഗ്രാമാറ്റിക്കൽ എറർ ആണെങ്കിൽ ട്രാൻസ്ലേഷന്റെ സമയത്ത് കമ്പൈലറോ ഇന്റർപ്രറ്ററോ. സിൻടാക്സ് എറർ. ലോജിക്കൽ എറർ ആണെങ്കിൽ ടെസ്റ്റിങ്ങിന്റെ സമയത്ത് യൂസർ തന്നെ കണ്ടുപിടിക്കണം. റൺ ടൈം എറർ ആണെങ്കിൽ എക്സിക്യൂഷന്റെ സമയത്താണ് അത് ഒക്കർ ചെയ്യുക. അത് എന്താണ്, അത് പ്രത്യേകിച്ച് ആരും കണ്ടുപിടിക്കുന്നതല്ല, അതങ്ങനെ ഒക്കർ ചെയ്യുന്നതാണ്. അൺഡിഫൈൻഡ് ഓപ്പറേഷൻ ആകുമ്പോൾ പ്രോഗ്രാം തന്നെ ഓട്ടോമാറ്റിക്കലി എക്സിറ്റ് ആവും. അപ്പൊ അത് ആരും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി ഒക്കർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഇത് 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡഡ് ആയ സ്ഥിതിക്ക് വേറൊന്നും കാര്യമായിട്ട് ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് കൊണ്ട് ഉറപ്പായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഇത് നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. അപ്പം ഇത്രയാണ് ഈ ചാപ്റ്ററിലെ തിയറി സെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഫോക്കസ് ഏരിയയിൽ കൃത്യമായിട്ടും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: development of algorithm and flowcharts to solve simple problems only excluding looping statements എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിനെ എക്സ്ക്ലൂഡ് ചെയ്ത് ബാക്കിയുള്ള സിമ്പിൾ പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ടുള്ള അൽഗോരിതംസും അതിൻ്റെ ഫ്ലോ ചാർട്ടുകളും നിങ്ങളോട് പഠിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യമേ പഠിക്കേണ്ടത് to find sum of two numbers. ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ്. രണ്ടാമത്തേത് സം ആൻഡ് ആവറേജ് ഓഫ് 3 numbers. ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ്. സം ആൻഡ് ആവറേജ് ഓഫ് 3 numbers. ഇത് സിമ്പിൾ ആണ്. മൂന്നാമത്തേത് ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ. ഇത് സിമ്പിൾ പ്രോബ്ലം ആണ്. പിന്നെ ലാർജസ്റ്റ് എമംഗ് 2 numbers. ഇത്രയാണ് നിങ്ങൾ കൃത്യമായിട്ടും ഓർത്തിരിക്കേണ്ടത്. ഇത് തന്നെ ചോദിക്കുമെന്ന് എനിക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല. ഏകദേശം ഇതൊക്കെ തന്നെയാണ് ചോദിക്കാൻ സാധ്യത. ഇപ്പോൾ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിളിന് പുറമെ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് സർക്കിൾ ചോദിക്കാനും സാധ്യതയുണ്ട്. ടു ഫൈൻഡ് ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് സർക്കിൾ. ഒരു 60% ചാൻസ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കി 40% ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവരുടെ കയ്യിലാണ്. 60%വും ഈ 5 എണ്ണത്തിൽ നിന്നും ഒരെണ്ണം മാത്രമേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പം ഈ 5 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ, അൽഗോരിതം എഴുതാനും അതിൻ്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കാനും നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ ഒന്ന് സം ഓഫ് 2 numbers, ഇത് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സം ആൻഡ് ആവറേജ് ഓഫ് 3 numbers തന്നിട്ടുണ്ട്. ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്. ലാർജസ്റ്റ് എമംഗ് 2 numbers തന്നിട്ടുണ്ട്. ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് സർക്കിൾ. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ചെയ്ത് തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് ഈ കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. സം ഓഫ് 2 numbers എനിക്ക് ഭയങ്കര ഓർമ്മ ആയതുകൊണ്ട് ഞാനിവിടെ സൈഡിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. സം ആൻഡ് ആവറേജ് ഓഫ് 3 numbers, ഏരിയ ആൻഡ് പെരിമീറ്റർ റെക്ടാങ്കിളിൻ്റെത്, പിന്നെ ഏരിയ ആൻഡ് പെരിമീറ്റർ സർക്കിളിൻ്റെത്, പിന്നെ ലാർജസ്റ്റ് എമംഗ് 2 numbers. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ആണ് നമ്മൾ പെട്ടെന്നൊന്ന് സോൾവ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് സം ഓഫ് 2 numbers.
സം ഓഫ് ടു നമ്പേഴ്സ്. ഞാൻ ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇന്നാൾ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ആ അൽഗോരിതം എഴുതി പോവുക മാത്രമാണ് ചെയ്യുക. നിങ്ങളത് മനസ്സിലാക്കിക്കൊള്ളുക. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഏത് അൽഗോരിതം എഴുതുമ്പോഴും സ്റ്റെപ്പ് നമ്പർ ഇട്ടാണ് എഴുതാറ്. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റാർട്ടാണ്. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. സ്റ്റെപ്പ് 2 ഇവിടെ സം ഓഫ് ടു നമ്പേഴ്സ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ അൽഗോരിതവും ഇൻപുട്ട് റീഡ് ചെയ്യാനുള്ള സ്റ്റെപ്പ് വെച്ചിട്ട് വേണം തുടങ്ങാൻ. അപ്പോൾ ഇൻപുട്ട് റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ റീഡ് എന്ന് പറയുന്ന വാക്ക്, അല്ലെങ്കിൽ ഇൻപുട്ട് എന്ന് പറയുന്ന വാക്ക്, അല്ലെങ്കിൽ അക്സെപ്റ്റ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാം. ഞാൻ റീഡ് ആണ് ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും രണ്ട് വേരിയബിൾസ് റീഡ് എ കോമ ബി, യൂസ് വേരിയബിൾസ് ഇൻസ്റ്റെഡ് ഓഫ് കോൺസ്റ്റൻസ് എന്ന അൽഗോരിതത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്കിൽ പഠിച്ചതാണ്. അപ്പോൾ രണ്ട് വേരിയബിൾ, രണ്ട് നമ്പറിന്റെ സം കണ്ടുപിടിക്കാനായതുകൊണ്ട് രണ്ട് വേരിയബിൾ റീഡ് ചെയ്തു, എ ബി. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഇതിന്റെ സം കണ്ടുപിടിക്കാം. എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. അപ്പോൾ ഇതിന്റെ സം കണ്ടുപിടിച്ച് എസ്സിൽ സ്റ്റോർ ചെയ്തു. അപ്പോൾ എസ്സിൽ സം ഉണ്ട്. ഇനി അതിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേന്നോ പ്രിന്റെന്നോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഡിസ്പ്ലേ എസിന്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്തു. സ്റ്റെപ്പ് 5 സ്റ്റോപ്പ്. അൽഗോരിതം കംപ്ലീറ്റ് ആയി സ്റ്റോപ്പ് ചെയ്തു. ഒരു മിനിറ്റ്, ഞാൻ പെണ്ണൊന്ന് മാറ്റിയിട്ട് വരട്ടെ. അപ്പോൾ ഇതാണ് സം ഓഫ് ടു നമ്പേഴ്സിന്റെ അൽഗോരിതം. സിമ്പിൾ ആണ്. ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നു, രണ്ട് നമ്പേഴ്സിനെ റീഡ് ചെയ്യുന്നു, സം കണ്ടുപിടിക്കുന്നു, സമ്മിനെ ഡിസ്പ്ലേ ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതിന്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. ഫ്ലോ ചാർട്ട് സിമ്പിൾസ്, അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞ ഫ്ലോ ചാർട്ട് സിമ്പിൾസ് അറിഞ്ഞാൽ മാത്രമേ ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്റ്റാർട്ടിനെ സ്റ്റോപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓവൽ ഷേപ്പാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാർട്ട്. റീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പാരലോഗ്രാം, റീഡിനും ഡിസ്പ്ലേക്കും വേണ്ടിയിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് പാരലോഗ്രാം, റീഡ് എ കോമ ബി. അടുത്ത സ്റ്റെപ്പ് ഇത് പ്രോസസ്സിംഗ്. ഈക്വൽ ടു സിമ്പിൾ വരുന്നതെല്ലാം പ്രോസസ്സിംഗ് സ്റ്റെപ്പാണ്. പ്രോസസ്സിംഗ് സ്റ്റെപ്പിനെ റെക്ടാങ്കിളിലാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഡിസ്പ്ലേ എന്ന് പറയുന്ന സ്റ്റെപ്പിനെ നമ്മൾ പാരലോഗ്രാമിലാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഡിസ്പ്ലേ എസ് എന്ന് പറയുന്നത് പാരലോഗ്രാമിൽ റെപ്രസെന്റ് ചെയ്യണം. അടുത്തത് സ്റ്റോപ്പ് എന്ന് പറയുന്ന സ്റ്റെപ്പിനെ നമ്മൾ എന്തിനു വേണം, സ്റ്റാർട്ടും സ്റ്റോപ്പും നമ്മൾ ഓവൽ ഷേപ്പിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ടിനെ പാരലോഗ്രാമിൽ, പ്രോസസ്സിംഗ് ഈക്വൽ ടു സിമ്പിൾ വരുന്ന പ്രോസസ്സിംഗ് സ്റ്റെപ്പിനെ റെക്ടാങ്കിൾ. ഇതാണ് ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. എളുപ്പമാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇനി അടുത്തത് എന്ന് പറയുന്നത് സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ അകത്ത് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. സ്റ്റെപ്പ് 2 എ കോമ ബി കോമ സി, മൂന്നെണ്ണത്തിനെ നമ്മൾ റീഡ് ചെയ്യണം. കാരണം 3 നമ്പേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് 3 വേരിയബിൾസിനെ റീഡ് ചെയ്യുന്നു. എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി, മൂന്നും കൂടെ കൂട്ടണം. എയും ബിയും സിയും കൂടെ കൂട്ടി. ഇനി നാലാമത്തെ സ്റ്റെപ്പിൽ ആവറേജ് കണ്ടുപിടിക്കണം. ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് ഇസ് ഈക്വൽ ടു എസ് ബൈ 3. ഈ തന്നിരിക്കുന്ന സമ്മിനെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 എ ബി സി 3 എണ്ണം ഉള്ളത്. 3 വെച്ച് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് ആവറേജ് കിട്ടുക. അപ്പൊ സമ്മം കിട്ടി, ആവറേജ് കിട്ടി. ഇനി ഇതിനെ രണ്ടിനെ ഡിസ്പ്ലേ ചെയ്യാം. ഡിസ്പ്ലേ എസ് കോമ എ ബി. ഇനി സ്റ്റെപ്പ് 6 എന്ന് പറയുന്നത് സ്റ്റോപ്പ്. നമ്മുടെ കംപ്ലീറ്റ് ആയി, അൽഗോരിതം കംപ്ലീറ്റ് ആയി സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പൊ ആദ്യം 3 നമ്പറിനെ റീഡ് ചെയ്യുന്നു. ആ 3 നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കുന്നു. സമ്മിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് ആവറേജ് കണ്ടുപിടിക്കുന്നു. അതിനെ സമ്മിനെയും ആവറേജിനെ ഡിസ്പ്ലേ ചെയ്യുന്നു. അൽഗോരിതം സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ അകത്ത് എന്ത് വ്യത്യാസം വരും? റീഡ് എ കോമ ബി കോമ സി, 3 വാല്യൂസിനെ റീഡ് ചെയ്യുന്നു. ഇനി പ്രോസസ്സിംഗ് സ്റ്റെപ്പിൽ 2 എണ്ണം വരും. എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സിയും, അതേപോലെ തന്നെ ആവറേജ് ഇസ് ഈക്വൽ ടു എസ് ബൈ 3. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് 2 റെക്ടാങ്കിൾ ആയിട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ ഒരേ റെക്ടാങ്കിളിൽ തന്നെ 2 എഴുതാം. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. ഞാനിവിടെ 2 ഒന്നിൽ തന്നെ എഴുതി. എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി, ആവറേജ് ഇസ് ഈക്വൽ ടു എസ് ബൈ 3. ഈക്വൽ ടു വരുന്നതായതുകൊണ്ട് റെക്ടാങ്കിൾ. ഇനി കിട്ടിയ വാല്യൂസിനെ ഡിസ്പ്ലേ ചെയ്യാം. ഡിസ്പ്ലേ എസ് കോമ എ വി ഇ. ഡിസ്പ്ലേ ആയതുകൊണ്ട് പാരലോഗ്രാമിൽ, ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് പാരലോഗ്രാം. ലാസ്റ്റ് സ്റ്റെപ്പ് സ്റ്റോപ്പിനെ നമ്മൾ ഓവൽ ഷേപ്പിൽ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇത്രയാണ് സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട്? ഞാൻ വരയ്ക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഏകദേശം ഒക്കെ മനസ്സിലായാൽ മതി. കാരണം ഞാൻ ഇത് ഓൾറെഡി പഠിപ്പിച്ചിട്ടുള്ളത്, നിങ്ങൾ എഴുതി എടുത്തിട്ടുള്ളതുമാണ്. ഓക്കെ, അപ്പൊ ഇതാണ് സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. ഇനി അടുത്തതാണ് ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ. ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ. ഇത് നമ്മൾ സ്റ്റെപ്പ് വൈസ് ചെയ്യാണ്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്
സ്റ്റാർട്ട് ആണ്. സ്റ്റെപ്പ് 2 റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് രണ്ട് വാല്യൂസ് ആണ് ആവശ്യം. റെക്ടാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും. ലെങ്ത്തിനെ എൽ എന്നും ബ്രെഡ്ത്തിനെ ബി എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ കൊടുക്കാം, റീഡ് എൽ കോമ ബി. അപ്പം ലെങ്ത്തും ബ്രെഡ്ത്തും ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏരിയ കണ്ടുപിടിക്കാം. സ്റ്റെപ്പ് 3 ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏരിയ ഈക്വൽ ടു എന്ന് വേണം, ഏരിയ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഞാനിവിടെ AR എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഏരിയ ഈക്വൽ ടു എൽ ഇൻറ്റു ബി. സ്റ്റെപ്പ് 4 പെരിമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് P ഈക്വൽ ടു 2 ഇൻറ്റു എൽ പ്ലസ് ബി. 2 ഇൻറ്റു എൽ പ്ലസ് ബി. ഇത് ഇക്വേഷൻ ആണ്. അത് നിങ്ങൾ പഠിച്ചിരിക്കാതെ, നിങ്ങൾ 10ാം ക്ലാസ് വരെയുള്ള മാത്സ് പഠിച്ചവരാണ്. അപ്പം റെക്ടാങ്കിളിന്റെ സർക്കിളിന്റെ ഒക്കെ ഏരിയയും പെരിമീറ്ററും ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒക്കെ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഏരിയ ഈക്വൽ ടു എൽ ഇൻറ്റു ബി, പെരിമീറ്റർ ഈക്വൽ ടു 2 ഇൻറ്റു എൽ പ്ലസ് ബി. അപ്പൊ രണ്ട് വാല്യൂസ് നമ്മൾക്ക് കിട്ടി. ഇനി അതിനെ രണ്ടിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേ AR, P ഏരിയയും പെരിമീറ്ററും ഡിസ്പ്ലേ ചെയ്യുന്നു. സ്റ്റെപ്പ് 6 നമ്മൾ അൽഗോരിതം സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പം ഇത്രയായി കഴിഞ്ഞാൽ റെക്ടാങ്കിളിന്റെ ഏരിയയും പെരിമീറ്ററും നമ്മൾ കണ്ടുപിടിച്ചു. ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഓരോ സിമ്പിളിനും വരച്ച് പോയാൽ മതി. സ്റ്റാർട്ട് റീഡ് എൽ കോമ ബി. എല്ലും റീഡ് എന്ന് പറയുന്നത് ഇൻപുട്ട് ആയതുകൊണ്ട് നമ്മൾ പാരലോഗ്രാം യൂസ് ചെയ്തു. ഇനി രണ്ട് പ്രോസസ്സിംഗ് ആണ്. ഞാൻ രണ്ടും കൂടെ ഒന്നിച്ചാണ് വരയ്ക്കാൻ പോകുന്നത്. AR ഈക്വൽ ടു എൽ ഇൻറ്റു ബി, P ഈക്വൽ ടു 2 ഇൻറ്റു എൽ പ്ലസ് ബി. റെക്ടാങ്കിളിൽ പ്രോസസ്സിംഗ് സിമ്പിൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. ഡിസ്പ്ലേ AR, P ഏരിയയും പെരിമീറ്ററും. കിട്ടിയ ഏരിയയും പെരിമീറ്ററും നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു. കിട്ടിയതിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് സ്റ്റോപ്പ്. അൽഗോരിതം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇത് നേരിട്ട് നമ്മൾ എഴുതിയിരിക്കുന്ന കാര്യം നേരിട്ട് അതിന്റെ സിമ്പിൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫ്ലോ ചാർട്ട് സിമ്പിൾസ് പഠിച്ചാലേ ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് പ്രോസസ്സിംഗ് സിമ്പിൾ ഉപയോഗിച്ചു. കിട്ടിയ റിസൾട്ടിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേ സിമ്പിൾ ഉപയോഗിച്ചു. ഇനി ഇതേപോലെ തന്നെയാണ് നമ്മൾ സർക്കിളിന്റെ ഏരിയയും പെരിമീറ്ററും. സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് πr²ഉം പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2πr ആണ്. πr² 2πr. പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 3.14 ആണ്. നമ്മൾ ഡയറക്റ്റ് കൊടുത്താൽ മതി 3.14. r² എന്നുള്ളതിനെ നമ്മൾ r ഇൻറ്റു r എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. π ഇൻറ്റു r ഇൻറ്റു r. അതേപോലെ തന്നെ 2 ഇൻറ്റു π ഇൻറ്റു r. അപ്പൊ ഇതിനകത്ത് പൈയുടെ വാല്യൂ നമ്മൾക്കറിയാം, ആറിന്റെ വാല്യൂ മാത്രമേ നമ്മൾക്ക് അറിയാത്തുള്ളൂ. അപ്പൊ റീഡ് R എന്ന് മാത്രം കൊടുത്താൽ മതി. ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് സർക്കിൾ. ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് സർക്കിൾ ആണ്. സ്റ്റാർട്ട് റീഡ് R. റേഡിയസിന്റെ R, റേഡിയസിന്റെ വാല്യൂ നമ്മൾ റീഡ് ചെയ്തെടുക്കുന്നു. ഏരിയ ഇസ് ഈക്വൽ ടു πr² ആണ്. പൈയുടെ വാല്യൂ 3.14 ഇൻറ്റു R ഇൻറ്റു R. 3.14 ഇൻറ്റു R ഇൻറ്റു R. ഇതാണ് പൈയുടെ വാല്യൂ. 3.14 ഇൻറ്റു r² എന്ന് പറയുന്നത് R ഇൻറ്റു R ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ കിട്ടി. പെരിമീറ്റർ 2πr ആണ്. 2πr എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 3.14 ഇൻറ്റു R. 2 ഇൻറ്റു പൈയുടെ വാല്യൂ 3.14 ഇൻറ്റു R. ഇതാണ് റേഡിയസ് പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ ഏരിയയും കിട്ടി, പെരിമീറ്ററും കിട്ടി. കിട്ടിയ ഏരിയയും പെരിമീറ്ററും ഡിസ്പ്ലേ ചെയ്യുന്നു. അൽഗോരിതം സ്റ്റോപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെയാണ് അതിന്റെ ഫ്ലോ ചാർട്ട് നേരത്തെ പോലെ തന്നെ. റീഡ് എൽ കോമ ബി എന്നുള്ളിടത്ത് റീഡ് R മാത്രമേ ഉള്ളൂ. ഏരിയ ഇസ് ഈക്വൽ ടു 3.14 ഇൻറ്റു R ഇൻറ്റു R. പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 3.14 ഇൻറ്റു R. അപ്പോൾ ഏരിയയും കിട്ടി, പെരിമീറ്ററും കിട്ടി. ആ കിട്ടിയ ഏരിയയും പെരിമീറ്ററും ഡിസ്പ്ലേ ചെയ്യുന്നു. സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ സിമ്പിൾസ് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇൻപുട്ട് സ്റ്റാർട്ടിനും സ്റ്റോപ്പിനും ടെർമിനൽ സിമ്പിൾസ് ഓവൽ ഷേപ്പ്. റീഡിനും ഡിസ്പ്ലേ, ഇൻപുട്ട് ഔട്ട്പുട്ടിന് പാരലോഗ്രാം. ഇനി പ്രോസസ്സിംഗ് സ്റ്റെപ്പ് ഈക്വൽ ടു വരുന്ന പ്രോസസ്സിംഗ് സ്റ്റെപ്പിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? നമ്മുടെ റെക്ടാങ്കിൾ. അപ്പോൾ ഇത്രയും സിമ്പിൾസ് ഉപയോഗിച്ച് നമ്മൾ കൃത്യമായിട്ട് നമ്മൾക്ക് സിമ്പിളായിട്ട് അൽഗോരിതം എഴുതാനും അതിൻ്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കാനും പറ്റും. ഇനി ഈ സെക്ഷനിലെ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സിമ്പിൾ അൽഗോരിതംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്തെ ലാസ്റ്റ് വണ്ണാണ് ലാർജസ്റ്റ് എമംഗ് 2 നമ്പേഴ്സ്. അഞ്ചാമത്തേതാണ് ലാർജസ്റ്റ് എമംഗ് 2 നമ്പേഴ്സ്. ലാർജസ്റ്റ് എമംഗ് 2 നമ്പേഴ്സ്. അപ്പൊ 2 നമ്പറിലെ വലുത് ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സ്റ്റെപ്പ് 1 നേരത്തെ പോലെ തന്നെ സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. പിന്നെ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് റീഡ്. 2 നമ്പേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ റീഡ് A, B. 2 നമ്പേഴ്സിനെ നമ്മൾ റീഡ് ചെയ്തു. റീഡ് A, B. നിങ്ങൾക്ക് X, Y യോ L, M ഓ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. റീഡ് A, B. സ്റ്റെപ്പ് 4 ഇങ്ങനെയാണ്. സ്റ്റെപ്പ്
സ്റ്റെപ്പ് 3 ഇങ്ങനെയാണ്. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി then if a greater than b then step 4 ല് display a, step 5 ല് else, step 6 display b, step 7 end of if and step 8 സ്റ്റോപ്പ്. ഇതാണ് നമ്മുടെ അൽഗോരിതം. അതായത് ആദ്യം രണ്ട് നമ്പേഴ്സിലെ ലാർജസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് രണ്ട് നമ്പേഴ്സിനെ റീഡ് ചെയ്തെടുത്തിട്ട് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്. എ ഗ്രേറ്റർ ദാൻ ബി, എ ബിനേക്കാളും വലുതാണെങ്കിൽ, എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ഡിസ്പ്ലേ എ എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. അല്ലെങ്കിലോ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുന്ന കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ പിന്നെ എൽസിന്റെ താഴെയുള്ളൂ. ഇതൊക്കെ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തതാണ്. നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും, ഈഫ് എഴുതുന്ന കൂട്ടത്തിൽ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും. ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ ഈഫിന്റെ താഴെ വരുന്ന ഭാഗവും, ആ കണ്ടീഷൻ തെറ്റാണെങ്കിൽ എൽസിന്റെ താഴെ വരുന്ന ഭാഗവുമാണ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പൊ ഈഫിന്റെ താഴെ വരുന്നതെന്ന് പറയുന്നത് ഡിസ്പ്ലേ. അപ്പൊ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുന്നത് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ, എ ബിനേക്കാളും വലുതാണെങ്കിലാണ് എ ഗ്രേറ്റർ ദാൻ ബി ട്രൂ ആവും. അപ്പൊ എ ഗ്രേറ്റർ ദാൻ ബി ട്രൂ ആണെങ്കിൽ ഡിസ്പ്ലേ എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, എനെ ഡിസ്പ്ലേ ചെയ്യും. എൽസ് അല്ലെങ്കിൽ ഇത് തെറ്റാണെങ്കിൽ പിന്നെ ബി ആണ് വലുത്, അപ്പൊ ഡിസ്പ്ലേ ബിനെ ഡിസ്പ്ലേ ചെയ്യാൻ പറയുന്നു. എൻഡ് ഓഫ് ഇഫ്, അത് കഴിയുന്ന സ്ഥലത്ത് എൻഡ് ഓഫ് ഇഫ് സ്റ്റോപ്പ്. ഇതാണ് നമ്മുടെ രണ്ട് നമ്പേഴ്സിലെ ലാർജസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള അൽഗോരിതം. അപ്പോൾ ഇതിന്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് റീഡ് എ കോമ ബി, അതിനെ നമ്മൾ പാരലോഗ്രാമിലാണ് റെപ്രസെന്റ് ചെയ്യുക. എ ബി റീഡ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട്. ഇനി അടുത്തത് ഈഫ് ആണ്. ഈഫ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്. അതിനെ നമ്മൾ റോംബസ് സിംബൽ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യണം. എ ഗ്രേറ്റർ ദാൻ ബി. റോംബസ് സിംബലിന്റെ പ്രത്യേകത, രണ്ട് ഔട്ട്പുട്ടുകളാണ് റോംബസ് സിംബലിനുള്ളത്. ഒരു ട്രൂ കേസ് ഔട്ട്പുട്ടും ഒരു ഫോൾസ് കേസ് ഔട്ട്പുട്ടും. അപ്പൊ നിങ്ങളോട് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ട്രൂ കേസ് ഔട്ട്പുട്ടില് ഈഫിന്റെ താഴെ വരുന്ന ഭാഗവും ഫോൾസ് കേസ് ഔട്ട്പുട്ടില് എൽസിന്റെ താഴെ വരുന്ന ഭാഗവുമാണ് എഴുതേണ്ടത്. അപ്പൊ ഈഫിന്റെ താഴെ വരുന്ന ഭാഗം എന്താണ്? ഡിസ്പ്ലേ എ എന്നാണ്. അതിനെയാണ് നമ്മൾ ട്രൂ കേസിൽ എഴുതേണ്ടത്. ഡിസ്പ്ലേ എ, ഇതിനെ നമ്മൾ ട്രൂ കേസിൽ എഴുതണം. ഡിസ്പ്ലേ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് അതിന്റെ സിംബൽ എന്ന് പറയുന്നത് പാരലലോഗ്രാം ആണ്. ഇനി ഫോൾസ് കേസിൽ എന്താണ് എഴുതേണ്ടത്? എൽസിന്റെ താഴെ വരുന്ന ഭാഗമാണ് നമ്മൾ ഫോൾസ് കേസിൽ എഴുതേണ്ടത്. അപ്പൊ ഇവിടെ എൽസിന്റെ താഴെ എന്താ വന്നിരിക്കുന്നത്? ഡിസ്പ്ലേ ബി എന്നാണ് എൽസിന്റെ താഴെ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഡിസ്പ്ലേ ബി എന്ന് എഴുതി. ഡിസ്പ്ലേ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് അതിനെയും നമ്മൾ പാരലലോഗ്രാമിൽ വേണം റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എൻഡ് ഓഫ് ഇഫ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ട്രൂ കേസിനെയും ഫോൾസ് കേസിനെയും കൂടെ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുക. അപ്പൊ ട്രൂ കേസിന്റെ കൂടെ വന്ന സ്റ്റേറ്റ്മെന്റിനെ നമ്മളൊരു വര വരച്ച് ഫോൾസ് കേസിന്റെ കൂടെ വന്ന സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുന്നു. എന്നിട്ട് രണ്ടും കൂടെ ജോയിൻ ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യുന്നു. അൽഗോരിതം സ്റ്റോപ്പ് ചെയ്യുന്നു. ഈ ലാസ്റ്റത്തെ സ്റ്റോപ്പ് എന്ന് പറയുന്ന സ്റ്റെപ്പിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ ഫ്ലോ ചാർട്ട്. അതായത് സ്റ്റെപ്പ് 1 സ്റ്റാർട്ട് റീഡ് എ ബി. ഇതിൽ രണ്ടിലും സംശയമൊന്നുമില്ല. സ്റ്റാർട്ടും സ്റ്റോപ്പും ഓവൽ ഷേപ്പിൽ റെപ്രസെന്റ് ചെയ്യുന്നു. റീഡ് എന്ന് പറയുന്ന റീഡിംഗ് സ്റ്റേറ്റ്മെന്റ് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് പാരലോഗ്രാമിൽ റെപ്രസെന്റ് ചെയ്യുന്നു. പിന്നെ ഈഫ് സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്. ഈഫ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ റോംബസിന്റെ ഉള്ളിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. റോംബസിന് എപ്പോഴും ഒരു ട്രൂ കേസ്, ആ കണ്ടീഷൻ ഈഫിന്റെ കണ്ടീഷൻ എന്താണോ അതാണ് റോംബസിന്റെ ഉള്ളിൽ എഴുതേണ്ടത്. റോംബസിന് ഒരു ഇൻപുട്ടും രണ്ട് ഔട്ട്പുട്ടും ആണ് ഉണ്ടാവുക. അതിന്റെ രണ്ട് ഔട്ട്പുട്ടിൽ ഒന്ന് ട്രൂ കേസും ഒന്ന് ഫോൾസ് കേസും ആയിരിക്കും. ട്രൂ കേസിൽ ഈഫിന്റെ താഴെ വരുന്ന ഭാഗവും ഫോൾസ് കേസിൽ എൽസിന്റെ താഴെ വരുന്ന ഭാഗമാണ് എഴുതേണ്ടത്. ഇവിടെ ഈഫിന്റെ താഴെ ഡിസ്പ്ലേ എ എന്ന് എഴുതിയിട്ടുണ്ട്, അത് ട്രൂ കേസിൽ എഴുതി. എൽസിന്റെ താഴെ ഡിസ്പ്ലേ ബി എന്ന് എഴുതിയത് ഫോൾസ് കേസിന്റെ താഴെ എഴുതി. രണ്ടും ഡിസ്പ്ലേ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് രണ്ടിന് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടിന് നമ്മൾ പാരലോഗ്രാം വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്തത്. ഇനി ഇതിനെ രണ്ടിനെയും കൂടെ ജോയിൻ ചെയ്ത് എൻഡ് ഓഫ് ഇഫ് എത്തിക്കഴിഞ്ഞാൽ ഇതിനെ രണ്ടിനെയും കൂടെ ജോയിൻ ചെയ്ത് നമ്മൾ സ്റ്റോപ്പിലേക്ക് കൊടുക്കുന്നു. അപ്പൊ ഇത്രയാണ് ലാർജസ്റ്റ് എമംഗ് ടു നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പൊ ഈ അൽഗോരിതംസ്, സിമ്പിൾ അൽഗോരിതംസ് 3 എണ്ണമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ എന്റെ അസംഷൻ അനുസരിച്ച് ഒരു 60% ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഈ ഇത്രയും സെക്ഷനിൽ നിന്ന്, അതായത് ഈ 5 ക്വസ്റ്റ്യനിൽ നിന്നുള്ള അൽഗോരിതം ഫ്ലോ ചാർട്ടുമേ ചോദിക്കാൻ ഒരു 60% സാധ്യതയുള്ളൂ. 40% പുറത്തുനിന്ന് ചോദിക്കാനും സാധ്യതയില്ലാതില്ല. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്റർ നമ്മൾ പഠിച്ച കാര്യം. പ്രോഗ്രാമിംഗ് എന്താണെന്നും ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് ലിസ്റ്റ് ചെയ്യാനും നമ്മൾ പഠിച്ചു. എല്ലാത്തിൻ്റെയും ഡെഫിനിഷൻ, 7 സ്റ്റെപ്പുകളുടെയും ഡെഫിനിഷൻ ഓർത്തിരിക്കണം.
അൽഗോരിതം എന്താണെന്നും ഫ്ലോ ചാർട്ട് എന്താണെന്നും ഫ്ലോ ചാർട്ടിന്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഫ്ലോ ചാർട്ട് സിമ്പിൾസ്, പിന്നെ ഡീബഗിങ്ങിൽ ടൈപ്സ് ഓഫ് എറേഴ്സ് എന്തൊക്കെയാണെന്നുള്ള 3 ടൈപ്പ് എറേഴ്സും അതിന്റെ എക്സ്പ്ലനേഷനും എപ്പോൾ ഒക്കറിയും ആര് കണ്ടുപിടിക്കുന്നൊക്കെയുള്ള കാര്യങ്ങൾ, പിന്നെ ഡോക്യുമെന്റേഷനിൽ ഇന്റേണൽ ഡോക്യുമെന്റേഷൻ എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ, പിന്നെ ഈ സിമ്പിൾ അൽഗോരിതംസും ഫ്ലോ ചാർട്ട്സും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്ലാസ്സിൽ കയറാത്തവരോട് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളും കൂടെ പറയാം, നിങ്ങളും കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയാം. അടുത്ത ക്ലാസ് മോസ്റ്റ് പ്രോബബ്ലി തിങ്കളാഴ്ചയായിരിക്കും. തിങ്കളാഴ്ച വേറെ ആരും എടുക്കുന്നില്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കും. അന്ന് നമ്മുടെ 4ാമത്തെ പാഠത്തിന്റെ റിവിഷൻ ആണ് നമ്മൾ നടത്തുക. 4ാമത്തെ പാഠം എന്ന് പറയുന്നത് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++. അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടും പഠിക്കാനുള്ളത് ക്യാരക്ടർ സെറ്റ് ഒക്കെ വെച്ച് തുടങ്ങി ടോക്കൺസ് ആൻഡ് ക്ലാസിഫിക്കേഷൻസ് ആണ്. അപ്പം ഫോക്കസ് ഏരിയയിൽ ഇത്രയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ടോക്കൺസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ വിത്ത് എക്സാമ്പിൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടോക്കൺസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ വിത്ത് എക്സാമ്പിൾസ്. ഈ ടോക്കൺസ് എന്ന് പറയുന്നത് 5 മാർക്കിന് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ടോക്കൺസ്. അപ്പോൾ ടോക്കൺസ് 5 തരത്തിലുണ്ട്. കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. 5 തരം ടോക്കൺസും അതിൻ്റെ ഡീറ്റെയിൽസും സബ് ഡിവിഷൻസും ഒക്കെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ 4ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിന് പ്രിപ്പയർഡ് ആയിട്ട് തിങ്കളാഴ്ച നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. സമയം ഏകദേശം 3 മണി തന്നെയായിരിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ചേച്ചി സുഖമില്ലാതെ പോയിട്ട് ചേച്ചി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സമയം എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു സമയം തന്നെയായിരിക്കും, 3 മണി സമയം തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ സമയത്തേക്ക് ആ ചാപ്റ്റർ പഠിച്ചിട്ട് റെഡി ആയിട്ടിരിക്കാം. പിന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ പരീക്ഷ ആദ്യം 6 മണിക്ക് പറഞ്ഞു, 6 മണിക്ക് ഞാൻ മറന്നുപോയി. അത് ഞാൻ മാറ്റി 8 മണിക്കാക്കി, 8 മണിക്ക് ഞാൻ മറന്നുപോയി. അപ്പം എനിക്ക് സന്തോഷം തോന്നിയത് എന്താ വെച്ചാൽ, ടീച്ചർക്ക് വിഷമാണല്ലോ, ടീച്ചർക്ക് എന്താ തിരക്കൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് ആരും എന്നെ ബുദ്ധിമുട്ടിച്ചില്ല. പരീക്ഷ ഉണ്ടെന്നുള്ള കാര്യം ഒരാൾ പോലും എന്നെ ഓർമ്മിപ്പിച്ചിട്ടില്ല. എന്താ ക്വസ്റ്റ്യൻ തരാത്തേന്നോ എന്താ പരീക്ഷ നടത്താത്തേന്നോ ഒന്നും ഒരാൾ പോലും അന്വേഷിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് അപ്പം നാളെ വൈകുന്നേരം 6 മണിക്ക് ഞാൻ ഇപ്പം തന്നെ ഫോണിൽ അലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാം, ഇല്ലെങ്കിൽ ഞാൻ മറന്നുപോകും. അപ്പം അതുകൊണ്ട് നാളെ വൈകുന്നേരം 6 മണിക്ക് ഈ ചാപ്റ്ററിൻ്റെ പരീക്ഷ ഞാൻ നടത്തും. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ പരീക്ഷ നടത്തുമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞല്ലോ മറന്നുപോയത്. ഞാൻ സത്യസന്ധമായി ഞാൻ പറയുന്നത് ഞാൻ മറന്നുപോയത് കൊണ്ടാണ്. സമയം മാറ്റി പറഞ്ഞ് 8 മണിക്ക് ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഞാനത് നടത്താതിരുന്നത്. അപ്പം അതുകൊണ്ട് നാളെ വൈകുന്നേരം 6 മണിക്ക് ഉറപ്പായിട്ടും ഈ ചാപ്റ്ററിൻ്റെ പരീക്ഷ ഞാൻ ഇടും. അതാ പേരൊക്കെ എഴുതിയിട്ട് തുടങ്ങി. ക്ലാസ് ഞാൻ നിർത്താൻ പോകുന്നതാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നാളെ വൈകുന്നേരം 6 മണിക്ക് ചാപ്റ്ററിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. നിങ്ങൾ പേരെഴുതിയിട്ട് എക്സിറ്റ് ചെയ്യുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളാം.